നമ്മൾ പറയാൻ പോണ സംഭവം എന്താണെന്ന് വെച്ചാൽ, സ്വന്തം അമ്മയെപ്പോലും പെമ്മക്കൾ വിശ്വസിക്കാൻ പാടില്ല. തരം കിട്ടി കഴിഞ്ഞാൽ പെമ്മക്കളെ പോലും അവർ കൊണ്ടുപോയി വിൽക്കും. അതിന് വേണ്ടിയുള്ള ഉദാഹരണമാണ് നമ്മളിന്ന് പറയാൻ പോണ കഥ. പിന്നെ നമ്മൾ ഈ പറയുന്ന കഥകളൊന്നും നിങ്ങൾ അത്ര സീരിയസ് ആയിട്ട് എടുക്കണ്ട. ഇതൊക്കെ ഈ ചെകിടോട് കേട്ട് ആ ചെകിടോടെ വിടുക. അതുപോലെ നടക്കാനും നിങ്ങൾ നോക്കണ്ട, അതുപോലെ ചിന്തിക്കാനും നോക്കണ്ട. ഇനിയിപ്പോൾ അതിൻ്റെ കഥാപാത്രമാവാനും നിങ്ങൾ ചിന്തിക്കണ്ട. ഇതൊക്കെ ഒരു ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അച്ഛനെങ്കിൽ ഒരു കപ്പ്യാരാണ് അച്ഛൻ. അടുത്ത പള്ളിയിലത്തെ ഒരു കപ്പ്യാരാണ്. അപ്പോൾ ഒരു 10-18 വയസ്സായുള്ള 19 വയസ്സായുള്ള സുന്ദരിയായ ഒരു പെൺകുട്ടിയുണ്ട്, അമ്മയുണ്ട്. അപ്പോൾ ഈ കപ്പ്യാരി ജോലി കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ആ പള്ളിയിലത്തെ പെരുന്നാളാണ്. ആ പെരുന്നാൾ അങ്ങനെ അവിടെ എല്ലാവരും ഭയങ്കര ആഘോഷമായിട്ട് കൊണ്ടു നടക്കുന്ന പെരുന്നാളാണ്. അപ്പോൾ അന്ന് അവിടേക്കുള്ള ഭക്ഷണം സ്പോൺസർ ചെയ്ത് നോക്കുന്നത് ഈ കപ്പ്യാര എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഭയങ്കര ഈശ്വര ഭക്തനാണ്. അതുപോലെ മകളെ സ്നേഹിക്കുന്നത്, ഭാര്യനെ അതിനേക്കാളേറെ സ്നേഹിക്കുന്നതാണ്. ഭാര്യനെ അത്ര അധികം ഇഷ്ടമായി ഇപ്പം കപ്പ്യാർക്ക്. അവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് കപ്പ്യാർ. പള്ളിയിൽ വരാറുള്ള സ്ത്രീയാണ്. ആ സ്ത്രീനെ കണ്ട് ഇവർ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാണ്. അവർ ആ ഇടവകയിലുള്ളവരൊക്കെ പറയും, നിങ്ങൾ ആ കപ്പ്യാരെ ജീവിതം കണ്ട് പഠിക്കുക, എത്ര സുന്ദരമായിട്ട് അവർ ജീവിക്കുന്നു. അവരുടെ സ്നേഹം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൽക്കണ മരം ചാഞ്ഞു വരും. അതുപോലെയൊക്കെ നാട്ടുകാരെ ചിന്തിക്കുക. അതുപോലെ ഒരു സുന്ദരിയായ മകൾ, അയാളിപ്പോഴും ഒരു പൊട്ട സ്വഭാവമില്ല, ഒരു പെണ്ണുങ്ങളെ നോക്കില്ല, ഒരു മദ്യപാനമില്ല. അയാൾ ആ പള്ളിയിലെ കാര്യങ്ങളും ദൈവിക കാര്യങ്ങളും മാത്രം നോക്കി ജീവിക്കുന്ന ഒരു കപ്പ്യാർ. ഇങ്ങനെ ഒരു കപ്പ്യാർ തന്നെ എവിടെയാണ് കിട്ടുക? അത് അവളുടെയും ഭാഗ്യം, കപ്പ്യാരിയും ഭാഗ്യം. അങ്ങനെയാണ് ഒന്നിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നിക്കണം എന്നൊക്കെയാണ് അവർ ആൾക്കാർ പറയണത്. അങ്ങനെ നമുക്ക് പെരുന്നാളിലേക്ക് പോവാം. പെരുന്നാൾ നടക്കുമ്പോൾ അന്നത്തെ ഭക്ഷണമൊക്കെ സ്പോൺസർ ചെയ്ത് നോക്കണത് നമ്മുടെ കപ്പ്യാരാണ്. അപ്പോൾ കപ്പ്യാർക്ക് ഒരു സാധനങ്ങളൊക്കെ കൊണ്ടുകൊടുക്കാനും മറ്റുള്ളൊക്കെ ആയിട്ട് അടുത്തുള്ള ഒരു ദിലീപ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യനുണ്ട്. ആ പയ്യനാണ് ഇവിടെ മറ്റുള്ള ഇയാൾക്കുള്ള സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പെരുന്നാളിൻ്റെ അവിടെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും ഒരു ഊട്ടുണ്ട്, ഭക്ഷണം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ദിലീപിനോട് പറഞ്ഞു, നീ വീട്ടിൽ പോയിട്ട് അവിടെയുള്ള സാധനങ്ങൾ മുഴുവൻ, അവർ ഓട്ടോറിക്ഷക്കാരനാണ്, ഓട്ടോറിക്ഷയിൽ കയറ്റി എത്രയും പെട്ടെന്ന് ഇവിടെ കൊണ്ടുപോകാം, ഞാൻ ഇവിടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അങ്ങനെ ദിലീപ് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോൾ ഭാര്യയുണ്ട്, മകളുണ്ട്. അപ്പോൾ പറഞ്ഞു, ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്, അതൊക്കെ കൊണ്ടുപോകാൻ വന്നാന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ സ്റ്റോർ റൂമിലാന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ സ്റ്റോർ റൂമിൻ്റെ താക്കോലില്ല. അയ്യോ, അപ്പോൾ ദിലീപ് പറഞ്ഞു, അയ്യോ ഞാൻ സ്റ്റോർ റൂമിൻ്റെ താക്കോൽ എടുക്കാൻ മറന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ദിലീപ് മകളോട് പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യുമോ, മോള് പോയിട്ട് ആ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ആ താക്കോലിൽ നിന്ന് മേടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ പെരുന്നാളിന് വരെ പോയിട്ടില്ല, എനിക്കൊരു 10 രൂപ തന്നാലല്ലേ അവിടെ ചെന്നാലല്ലേ എനിക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാനും വളയും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് മേടിക്കാൻ തോന്നില്ല. ഓരോ ഭക്ഷണ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ എനിക്ക് മേടിക്കാൻ തോന്നും. ഒന്നും തന്നില്ല, എന്നെ പെരുന്നാളിനും കൊണ്ടുപോയിട്ടില്ല, ഇതൊക്കെ കഴിഞ്ഞിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞോണ് അച്ഛൻ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പം ഒരു കാര്യം ചെയ്തോ, ദിലീപേണ്ണ ആ ഓട്ടോറിക്ഷ കൊണ്ടുപോയി മിനിറ്റ് കൊണ്ടുപോയി വരാമല്ലോ. അതിനെങ്ങനെയാണ് ഓട്ടോറിക്ഷ പോയി കഴിഞ്ഞ് ഇപ്പോൾ വരാൻ പറ്റില്ല, വഴിയിലൊക്കെ ബ്ലോക്കാണ്, അമ്പ് പോണ കാരണം. അപ്പോൾ നീ വെച്ചിട്ടുണ്ടെങ്കിൽ ഇടവഴി കൂടെ കടന്നു കഴിഞ്ഞാൽ നിനക്ക് പെട്ടെന്ന് അങ്ങോട്ട് എത്താൻ പറ്റില്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ പോവില്ല, എനിക്ക് 10 വയസ്സിലാണ്, ഞാൻ അങ്ങോട്ട് പോവില്ല. അപ്പോൾ പറഞ്ഞു, ദിലീപ് കയ്യിൽ നിന്ന് കാശ് എടുത്തോട്ട് പറഞ്ഞു, നിനക്കേ എന്താണെന്ന് വെച്ചാൽ മേടിച്ചോ, വളയോ കിളിയോ തളയോ എന്താണെന്ന് വെച്ചാൽ മേടിച്ചോ, ഇനി വല്ല പൊരിയോ ഈത്തപ്പഴ പണിയോ മേടിച്ചോ എന്ന് വെച്ചാൽ കാശ് എടുത്ത് കൊടുത്തു. ഇതെൻ്റെ ഒരു ഇതാന്ന് പറഞ്ഞിട്ട്, ഗിഫ്റ്റാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൾക്ക് ഇഷ്ടമായി. അവൾ വേഗം കാശും പഠിച്ച് അവൾ പള്ളിയിലേക്ക് പോയി താക്കോൽ എടുക്കാനായിട്ട്. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കപ്പ്യാരെ ഭാര്യൻ്റെ പരിപാടി ചെയ്യുന്നവൻ സൗകര്യം കിട്ടിയത് അന്നാണ്. അപ്പോൾ അങ്ങനെ അവൾ പോയതോടി പിന്നെ കപ്പ്യാരും ഇങ്ങോട്ട് വരില്ല എന്നറിയാമല്ലോ. അങ്ങനെ പരിപാടി തുടങ്ങി ഇവളാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഓടി ചെന്ന് അച്ഛൻ്റെ ഇന്ന് താക്കോൽ കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, വേഗം അവനോട് സാധനം കൊണ്ടുവരാൻ പറഞ്ഞത് താക്കോൽ കൊടുത്തു. ഇവള് ഒരു മാലയും മേടിക്കാൻ നിന്നില്ല, വളയും മേടിക്കാൻ നിന്നില്ല, പൊരിയും മേടിക്കാൻ നിന്നില്ല. ഇവൾ എളുപ്പ വഴിപാടെ ഓടി തിരിച്ചു വന്നു. അപ്പോൾ ഇവൾക്ക് എന്തൊക്കെ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഇവൾ പെട്ടെന്ന് ഓടി തിരിച്ചു വന്ന് നോക്കിയപ്പോൾ എൻ്റെ ഓട്ടോറിക്ഷ ദിലീപേട്ടൻ പോയിട്ടൊന്നും അറിയാൻ നോക്കിയപ്പോൾ എൻ്റെ ദിലീപേട്ടൻ പോയിട്ടില്ല, താക്കോൽ കിട്ടിയ സാധനങ്ങൾ എടുത്ത് തന്നെ പോകണമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ ഓട്ടോറിക്ഷ അവിടെ കിടക്കുന്നുണ്ട്, പുറത്ത് ചെരുപ്പുണ്ട്, വാതിലാച്ച അടച്ച് കിടക്കണം. അപ്പോൾ ദിലീപേട്ടൻ ഇതിൻ്റെ ഉള്ളിലുണ്ട് അല്ലേന്ന് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കൂടെ നടന്നു. ജനല വല്ലതും തുറക്കാൻ പറ്റില്ല. എന്തായാലും ദിലീപേട്ടനും പരിപാടിയിൽ ഒന്ന് കാണാമല്ലോ നമുക്ക്, എന്താണ് ഇവിടെ അമ്മയുടെ പരിപാടി എന്ന് അറിയാനായിട്ട്. അങ്ങനെ ജനലൊക്കെ അടച്ചിട്ടിരിക്കുക, ഉള്ള റൂമിൻ്റെ ജനലൊക്കെ തുറന്നപ്പോൾ എല്ലാം അടച്ചിട്ടിരിക്കുക. അങ്ങനെ ബാക്കിൽ അടുക്കള വാലും തള്ളിയെങ്കിൽ അത് പൂട്ടിയിട്ടില്ല. അങ്ങനെ അടുക്കള വാല് തുറന്നു, അവിടെ അകത്തേക്ക് കയറി നോക്കിയപ്പോൾ ആദ്യത്തെ മുറിയുന്നുണ്ട്
മൂളലും ഞരങ്ങലും ശബ്ദമൊക്കെ കേൾക്കണം. ഇവളപ്പോൾ പതുക്കെ ആ വാതിലൊന്ന് പതുക്കെ ഒന്ന് തുറന്നു നോക്കിയപ്പോൾ എൻ്റെ ദിലീപ് നല്ല കളിയാണ്, നന്നായി അടിച്ചുകൊണ്ടിരിക്കുക. അമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റേതായുള്ള ആലസ്യത്തിൽ അവിടെ കിടന്ന് എല്ലാ സൗകര്യമായിട്ട് കിടന്ന് പരിപാടി തുറക്കുക. ഇപ്പോൾ കണ്ട് പതുക്കെ തന്നെ ഇവൾ വാതിലടച്ചിട്ട് അവർ കിടക്കണ വാതിലും ചാരിയിട്ടുള്ളൂ, അത് തുറന്ന് അങ്ങനെ കണ്ട് കാര്യങ്ങളെല്ലാം കഴിയണ്ട് ഇവൾ വാതിലടച്ച് ഇവിടെ ആ വാതിലിൻ്റെ പുറത്ത് നിന്നു. എന്തായാലും അമ്മ ഈ പകുതിക്ക് വെച്ച് അമ്മയുടെ പരിപാടി മുടക്കണ്ടല്ലോ, ഒക്കെ കഴിഞ്ഞ് വരട്ടെ. 4 വർത്താനം ദിലീപിനോടും അതുപോലെ തന്നെ അമ്മോടും ചോദിക്കണം. നാട്ടുകാരെല്ലാം മാതൃകയാക്കിയുള്ള ദമ്പതികളാണ് നമ്മുടെ കപ്പ്യാര കുടുംബം. ആ കപ്പ്യാര ഭാര്യയാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. അതൊരു അടുത്ത വീട്ടിലെ ചെറുപ്പക്കാരനായിട്ട് കിടന്ന പരിപാടിയാണിത്. അപ്പോൾ ഇവളുടെ അച്ഛനെ വഞ്ചിച്ചതിലുള്ള ദേഷ്യം, വൈരാഗ്യം എല്ലാം കൂടി ഇവളങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയം. അങ്ങനെ നിൽക്കുന്ന സമയത്തുണ്ട് പെട്ടെന്നുണ്ട് വാതിലും ഒരു മുട്ട് കേൾക്കണം. മുട്ട് കേട്ടോട് വേണ്ടിയിട്ട് ഇവളും ആകെ പേടിച്ചു. അതുപോലെ തന്നെ പരിപാടി കഴിഞ്ഞാൽ അവരും ഞെട്ടി ഇത് വെച്ചു. അവരാച്ചനെ നൂല് വസ്ത്രമില്ലാണ്ട് നിൽക്കണം. ആ സമയത്ത് തന്നെ അമ്മ കിട്ടിയതൊക്കെ വാരി വലിച്ച് മേത്തിട്ടിട്ട് പെട്ടെന്ന് പുറത്തേക്ക് കിടന്നു നോക്കിയപ്പോൾ എൻ്റെ ഇവള് നിൽക്കണം. അമ്മ ആകെ ഞെട്ടി. അപ്പോൾ ഇവള് ദിലീപായിട്ട് പരിപാടി ചെയ്യുന്നതൊക്കെ ഇവള് കണ്ടു നിൽക്കണല്ലേ. വാതിലുമ്പോൾ അപ്പം മുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചോദിച്ചു, നീ എപ്പോഴാണ് വന്നേ? ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി പറഞ്ഞു. അപ്പോൾ അമ്മേരെ മുഖത്ത് വെട്ടിയ ചോരയില്ല, വാതിലാച്ച മുട്ടിക്കൊണ്ടിരിക്കുക. വാതിലും മുട്ടുന്ന ശബ്ദം ഇവൾക്ക് മനസ്സിലായി. ആരെയാണ്? കപ്പ്യാര ശബ്ദമാണ്. സംഗതി പാളിയെന്ന് മനസ്സിലായി. അതോടുകൂടിയിട്ട് എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മോളെ പിടിച്ച് ദിലീപ് അപ്പോൾ റൂമിൽ വസ്ത്രമില്ലാണ്ട് കിടക്കുക നിൽക്കണ്. എന്താ ചെയ്യുന്നതെന്ന് അറിയാണ്ട് ദിലീപിന് ഓടിപ്പോകാൻ വല്ല വഴിയില്ലാണ്ട് നിൽക്കുക. ഈ മോളെ പിടിച്ച് ദിലീപിൻ്റെ റൂമിലേക്ക് ആടുകയും ചെയ്യും. ആ വാതിൽ പിന്നീട് മുമ്പിൽ നിന്ന് അവൾ പൂട്ടുകയും ചെയ്യും. പൂട്ടിട്ട് പോയിട്ട് വാല് തുറക്കും. വാല് തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ ഈ കപ്പ്യാര കൂടെ 2 കൈക്കാരന്മാരുണ്ട്, വേറൊരാളുമുണ്ട്, പ്രമാണികൾ. അപ്പോൾ അവർ ഈ ഇതെടുക്കാൻ വേണ്ടി വന്നതാണ്. സാധനം എടുത്തിട്ട് ദിലീപ് എത്താണ്ടായപ്പോൾ ദിലീപിനെ അന്വേഷിച്ച് അവരിവിടെ വന്നു നോക്കിയപ്പോൾ എന്താ കാണുന്നത്? ഭാര്യ ഇവിടെ നിൽക്കണം. അപ്പോൾ ഭാര്യ പറയണ ഭർത്താവിനോട്, അതേ നിങ്ങളുടെ മകളും അടുത്തുള്ള ദിലീപും കൂടി ആ റൂമിലുണ്ട്, ഞാൻ അവളെ കണ്ടുപിടിച്ചോട് കൂടിയിട്ട് അവിടെ പൂട്ടിയിട്ട് വെക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് കപ്പ്യാർ ഭാര്യ വന്നു. പിന്നെ ദിലീപ് നിൽക്കണം, അതുപോലെ തന്നെ മോള് നിൽക്കണം. മോള് അപ്പോൾ അപ്പുറത്ത് ഈ കപ്പ്യാർ കൂടെ വന്നവരും ഇത് കാണും. കണ്ടോട് കൂടിയിട്ട് ആകെ തകർന്നു മകൾക്ക് ഒരു അക്ഷരം അങ്ങോട്ട് ഇത് പറയാനും പറ്റുന്നില്ല, എന്താ ചെയ്യുന്നതെന്നും അറിയില്ല. ആകെ അവൾ തരിഞ്ഞ് നിൽക്കുക, എന്തൊക്കെ അവിടെ നടക്കണമെന്ന് അവൾക്ക് ഒരു പിടുത്തമില്ല. അങ്ങനെ അമ്മ ചെയ്ത കാര്യങ്ങൾ ആലോചിച്ച് ഭയങ്കരമായിട്ട് സ്ട്രൈക്കായിട്ട് നിൽക്കുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി അവൾക്ക് എന്തെങ്കിലും പറയണ്ടേ, നിരപരാധിയാണെന്ന് പറയാനോ അല്ലെങ്കിൽ ഞാൻ ചെയ്തു എന്ന് പറയാനായിട്ടുള്ള വായെന്നൊരു അക്ഷരം പുറത്തേക്ക് വരുന്നില്ല. അച്ഛത് കണ്ടോട് കൂടിയിട്ട് കപ്പ്യാർ ഇവിടെ 4 അടി അടിച്ചു. ദിലീപിനെയും പിടിച്ചടിച്ചു. ദിലീപിനെ പുറത്ത് വിടാണ്ട് അവിടെ തന്നെ നിർത്തി. നാട്ടുകാരെല്ലാവരും ആ വന്നവരൊക്കെ അവിടെ പിടിച്ച് നിർത്തി. എന്നിട്ട് പറഞ്ഞു, കപ്പ്യാരോട് പറഞ്ഞു, അവൻ അന്യജാതിയായാലും കുഴപ്പമില്ല, സംഗതി ഇപ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞല്ലോ, നിങ്ങളുടെ മകൾക്ക് ഇനി അവനെ കല്യാണം കഴിച്ചു കൊടുക്കുക, അതുകൊണ്ട് വേറെ രക്ഷയില്ല എന്ന് പറഞ്ഞു. കപ്പ്യാർ പറഞ്ഞു, അതന്നെ ഇനി പറ്റുള്ളൂ, ഇനിയിപ്പോൾ വേറൊരു കാര്യം എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ ദിലീപിന് കല്യാണം കഴിച്ച് മകളെ കൊടുത്തു. അവളാണെന്നുണ്ടെങ്കിൽ മറിയാന്ന അവളുടെ പേര് പോലും അവർ മീനുട്ടിന്ന് മാറ്റി. എന്നിട്ട് അവൻ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നെ അപ്പോൾ അമ്മ ചതിച്ച ഒരു ചതി അവൾക്ക് മറക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, ഈ ഒരു വിഷയത്തിൽ, വെടിവെപ്പ് വിഷയത്തിൽ, പരിപാടിയുടെ കാര്യത്തിൽ സ്വന്തം അമ്മേനെ പോലും വിശ്വസിക്കരുത്. കാര്യം സാധിക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ചെയ്ത കാര്യം പോലും മകളെ ചെയ്തെന്ന് പറഞ്ഞാൽ തള്ളിവിടും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. കഥ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഗൈസ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.